ബാക്ക് ഗൈസ്. ആദ്യം തന്നെ ഈ കോട്ട് സെറ്റ് ചെയ്യാനായിട്ട് സൂപ്പർ അല്ലേ. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിന്ന് ഭയങ്കര ലേസി ആയിട്ടാട്ടോ എണീറ്റത്. ആദ്യം തന്നെ നമ്മൾ ബെഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിടും. അതിനുശേഷം ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കേട്ടനൊക്കെ നീക്കി നല്ല കാറ്റ് കിട്ടാനായിട്ട്. ബിക്കോസ് കാറ്റല്ല, എനിക്ക് ഓക്സിജൻ വേണം ഗൈസ്. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ഫീലിംഗ്. അതിനുശേഷം നമ്മുടെ അമ്മയുടെ പൂന്തോട്ടത്തിൽ നടന്നൊരു വാം വാട്ടർ ചൂടുവെള്ളം കുടിക്കുന്നത് ഒരു പതിവാണ്. അതിനുശേഷം അമ്മയുടെ രാവിലത്തെ കഥകളൊക്കെ ചെയ്ത് കേട്ടിരുന്നതിന് ശേഷം അമ്മ ദേ ഈ ഒരു ചമ്പ പുട്ടാട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നെ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇപ്പോൾ കല്യാണ സീസൺ ആയല്ലോ, അപ്പോൾ നമുക്ക് കല്യാണ വീട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. മനസ്സിനൊരു സമാധാനം ഇല്ല. അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വിചാരിച്ച് നല്ല സെറ്റപ്പിൽ ഇറങ്ങിയപ്പോൾ കറക്റ്റായിട്ട് ഇതേ കാക്ക വന്ന് പൊട്ടിയിട്ടു ഗൈസ്. അത് കണ്ടിട്ട് അമ്മ ചിരിക്കുമായിരുന്നു. എന്തായാലും ഞാൻ ഇറങ്ങിയേക്കുന്നത് കലൂർപ്പള്ളിയിലേക്കാണ്. അപ്പോഴേക്കും എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബൃന്ദാവനിൽ വന്നിട്ട് നല്ല നല്ല നെയ്റോസ്റ്റൊക്കെ കഴിച്ചോട്ടോ. ആക്ച്വലി ഗൈസ്, ഞാൻ ഇവിടുത്തെ നെയ്റോസ്റ്റിൻ്റെ ഫാനാട്ടോ. ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ്. ഞാൻ നേരെ എത്തിയത് കലൂർപ്പള്ളിയിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും, ഞാൻ എന്തൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചാലും ഇവിടെ വന്നൊരു 100 മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്തോ പേഴ്സണലി എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന പോലെ, എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും എന്നോട് വന്ന് അറ്റൻഡ് ചെയ്യും, നീ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കി തരാമെന്നുള്ളൊരു മൂഡ് തോന്നുന്ന പോലെ എന്നോട് പറയുന്ന ഒരു ആളാണ് പുണ്യാളൻ ആക്ച്വലി എൻ്റെ ബെസ്റ്റിയാണെന്നാണ് എല്ലാവരും പറയാറുണ്ടായിരുന്നത്. ഒരുമിക്ക് ട്യൂസ്ഡേസും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മടിച്ചിയാണ് ഗൈസ്, ഞാൻ വരാറില്ല. അങ്ങനെ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഈ ആളെ മനസ്സിലായോ ഗൈസ്? നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇത് എൻ്റെ സ്കൂൾ ടൈം സെക്യൂരിറ്റി അങ്കിളാണ്. പണ്ട് കുരുത്തക്കേടൊക്കെ കാണിച്ച് സ്കൂളിൽ ലേറ്റ് ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ കെയർ ഓഫിൽ ഓടിച്ചാടി അങ്കിൾ അങ്ങനെ എന്നെ കൂടി കയറ്റുന്നു പറഞ്ഞിട്ട് ഞാൻ കയറിക്കൊണ്ടിരുന്നായിരുന്നതൊക്കെ പുള്ളിയുടെ കെയർ ഓഫിലായിരുന്നു കേട്ടോ. അതോ ഞാനൊരു ഉപ്പ് സോഡ ഫാനാണ് കേട്ടോ. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഉപ്പ് സോഡ കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. നിങ്ങൾക്കുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആദ്യത്തെ ഒരു ഉപ്പ് സോഡയിൽ എനിക്ക് മതിയായില്ല, ഞാൻ പിന്നെയും പോയി ഉപ്പ് സോഡ കുടിച്ചു. അതിനുശേഷം സമാധാനമായിട്ട് വീട്ടിൽ വന്ന് കയറി. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.